പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയാൽ പരിപാലിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 25-ാം വാക്യം. Acts of the Apostles, chapter 17, verse 25 നാം ഇപ്രകാരം വായിക്കുന്നു. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മനുഷ്യ കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ആണെങ്കിലും ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ വല്ലഭത്വത്തെക്കുറിച്ചുമാണ് ഈ വാക്യത്തിൽ പൗലോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ഇതിന്റെ പശ്ചാത്തലത്തിലേക്ക് ഒന്ന് ഓടിപ്പോകേണ്ടിയിരിക്കുന്നു. പൗലോസ് തന്റെ ധന്യമായ സുവിശേഷ യാത്ര അഥവാ മിഷണറി യാത്രയിലാണ്. പൗലോസിനും ശീലാസിനും മുമ്പേ പൗലോസ് അഥേനയിൽ എത്തുന്നു. അങ്ങനെ അഥേനയിൽ താൻ ചുറ്റുപാട് നടക്കുമ്പോൾ നഗരം മുഴുവനും ബിംബങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇത് കണ്ട് പൗലോസിന്റെ ഉള്ള് ചൂട് പിടിച്ചു. പൗലോസ് എങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ചിന്തയിൽ പ്രാർത്ഥനയോടെ മുൻപോട്ട് പോയി. അങ്ങനെ പ്രശസ്തമായ പൗലോസിന്റെ ഒരു പ്രസംഗമാണല്ലോ അരയോപഗ കുന്നിന്മേലുള്ള പ്രസംഗം. അങ്ങനെ ഇതാ പൗലോസ് അരയോപഗ മധ്യേ എത്തുന്നു. അവിടെ നിന്നുകൊണ്ട് വളരെ വ്യക്തമായും ശക്തമായും എന്നാൽ സുതാര്യമായും ഒരു ധ്യാന പ്രസംഗം കൊടുക്കുകയാണ്. പൗലോസ് പറയുകയാണ്, അല്ലയോ അഥേന പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം എല്ലാ ദേവന്മാർക്കും അവരുടേതായിട്ടുള്ള പൂജാ വിഗ്രഹങ്ങൾ, നിങ്ങൾ എല്ലാവരെയും മാനിക്കുന്നു. അതുപോലെ തന്നെ അജ്ഞാത ദേവന് എന്ന് പറയുന്ന ഒരു വേദിക്കല്ല് ഞാൻ കണ്ടു. അറിയാതെ പോലുമുള്ള ഒരു ദൈവത്തെ നിങ്ങൾ വിട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ അറിയാതെയാണെങ്കിലും ഇട്ടിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. പൗലോസ് പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ തന്നെ നിങ്ങളിൽ നിന്നും പല വിധങ്ങളിലുള്ള ശുശ്രൂഷകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അറിയാത്ത ദൈവം, ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്ന ദൈവം ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവമാണ് ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നത്. ആ ദൈവത്തിന് മനുഷ്യന്റേതായിട്ടുള്ളത് ഒന്നും ആവശ്യം ഇല്ല. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒന്നും സ്വീകരിക്കുന്ന ദൈവമല്ല, സ്വീകരിക്കേണ്ട ആവശ്യമുള്ള ദൈവമല്ല. കാരണം മനുഷ്യനെ ഉൾപ്പെടെ സകലതയും സൃഷ്ടിച്ച് നിർമ്മിച്ചാക്കിയ ദൈവത്തിന് മനുഷ്യന്റെ കൈയാലുള്ള ഒരു ശുശ്രൂഷയും ആവശ്യമില്ല. നാം 17-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങൾ എത്തുമ്പോൾ പൗലോസിന്റെ
ഈ പ്രസംഗം തുടരുകയും അരയോപക സ്ഥാനി ഉൾപ്പെടെ അനേകർ യേശുവിങ്കലേക്ക് ആകർഷിക്കപ്പെടുകയും ദൈവകൃപയിലേക്ക് ചേരുകയും ചെയ്തതായി നാം കാണുന്നു. ഈ 5-ാം തീയതി പ്രഭാതത്തിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ക്രിസ്തീയ പാരമ്പര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു, ആത്മീയ പശ്ചാത്തലത്തിൽ വളർന്നു, സഭയും കൂട്ടായ്മയും ഒക്കെയായിട്ടുള്ള ബന്ധത്തിൽ നാം ഇന്നും പ്രവർത്തിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങൾ പിൻപറ്റുന്ന ആരാധിക്കുന്ന ദൈവം ആരെ എന്ന് ചോദിച്ചാൽ നമ്മളിൽ എത്ര പേർക്ക് വ്യക്തമായും കൃത്യമായും ഉത്തരം കൊടുക്കുവാൻ കഴിയും? പൗലോസിന്റെ വാക്കുകൾ ഇന്നത്തെ വാഗ്ദത്ത വചനം അപ്പോസ്തല പ്രവൃത്തി 17:25 നാം പഠിച്ചു വെക്കണം. സകലർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ചില വിഷയങ്ങളാൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെട്ട് ഇന്ന് നടക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ മുൻപോട്ട് നോക്കുമ്പോൾ ആ കാര്യം നടക്കുവാനോ നടത്തുവാനോ യാതൊരു നിർവാഹവുമില്ല. സാഹചര്യങ്ങൾ മുഴുവനും നമുക്കെതിരാണ്. എത്രമാത്രം ഓടിയാലും കാര്യങ്ങൾ അടുക്കുന്നില്ല. വേദനയിലാണോ, സങ്കടത്തിലാണോ, വിഷമത്തിലും ഭാരത്തിലുമാണോ നിങ്ങൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്? പ്രിയ ദൈവമക്കളെ, ആ സകല വിഷയങ്ങളെയും ഭാരങ്ങളെയും മാറ്റുവാൻ സകലതിനും ജീവനും ശ്വാസവും നൽകുന്ന ദൈവത്തിന് നമ്മുടെ വേദന അറിയാം, നമ്മുടെ ഭാരം അറിയാം. ഇന്ന് താങ്കളുടെ കണ്ണ് നിറഞ്ഞത് എന്തിനാണെന്ന് തമ്പുരാൻ അറിയാം. ആ സ്വർഗത്തിലെ ദൈവം അതിനെ പരിപൂർണമായി വിടുവിച്ച് നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മുടെ അനേകായിരം വിഷയങ്ങളുണ്ട്. എന്നാൽ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന വിരലിൽ എണ്ണാവുന്ന ചില പ്രത്യേക വിഷയങ്ങൾ ഇന്ന് നാം അനുഭവിക്കുകയാണ്. അത് എത്ര വലുതായിക്കൊള്ളട്ടെ ചെറുതായിക്കൊള്ളട്ടെ, നമ്മുടെ കൈകളിലും ചിന്തകളിലും ഒതുങ്ങാൻ പറ്റാത്തതായിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യമായിരിക്കാം, കുടുംബകാര്യമായിരിക്കാം, നിയമകാര്യമായിരിക്കാം, അതിലുപരിയായി ചില ആരോഗ്യ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾ ഔദ്യോഗികമായി നേരിടുന്ന ചില പ്രശ്നങ്ങളാവാം, ബാങ്ക്രപ്റ്റ്, അങ്ങനെയുള്ള ചില കോടതി നടപടികളിലേക്ക് നീങ്ങുന്നതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും സകലത്തിന്മേലും അധികാരമുള്ള സർവശക്തനായ ദൈവം നീക്കുപോക്ക് തരുവാൻ, പുതുവഴി തുറക്കുവാൻ, നമ്മെ വിടുവിപ്പാൻ, സൗഖ്യമാക്കുവാൻ മതിയായ ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് കാര്യം സാധിക്കാമെന്ന് കരുതി ഞാനും നിങ്ങളും നമ്മുടെ വിഷയത്തിന് വിടുതലിന് വേണ്ടി എങ്ങും ഓടണ്ട. ഇന്നത്തെ വാഗ്ദത്ത വചനം വ്യക്തമാക്കുന്നു, നമ്മളുടെ ഒരു വിധത്തിലുള്ള ശുശ്രൂഷ സ്വീകരിക്കുവാൻ ആവശ്യമുള്ള ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പൗലോസ് അരയോപക കുന്നിന്മേൽ നിന്നുകൊണ്ട് അഥേനയിലെ പ്രബുദ്ധരായ ആളുകളോട് പറയുകയാണ്, അങ്ങനെയുള്ള ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. യേശു വിളിച്ചു പറയുന്നു, ഞാൻ ശുശ്രൂഷ ഏൽപ്പാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതെ, ആ കർത്താവ് എന്നെ നിങ്ങളെ വിടുവിക്കുവാൻ മതിയായ ദൈവമാണ്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ ഭാരമുണ്ട്, പ്രയാസമുണ്ട്, വിഷമമുണ്ട്. അവയെല്ലാറ്റിനും മതിയായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിന് നമ്മൾ പ്രസാദിപ്പിക്കുവാനോ
കാര്യം നടത്തുവാനോ എങ്ങും യാത്ര പോകണ്ട, ഒന്നും പ്രത്യേകാൽ ചെയ്യണ്ട, ഒരു രൂപ പോലും മുടക്കണ്ട. നാം ചെയ്യേണ്ടത് ഈ കർത്താവിൽ വിശ്വസിച്ച് പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ അടുത്ത് ചെല്ലുക. നിശ്ചയമായും നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ആകയാൽ ഈ ദിനം വിടുതലിന്റെ ദിനമായി, അനുഗ്രഹത്തിന്റെ ദിനമായി ദൈവകൃപയോടെ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ, ഞാനും നിങ്ങളും ആരാധിക്കുന്ന ദൈവം ആരാണെന്നും ആ ദൈവത്തിന്റെ വലിപ്പവും വല്ലഭത്വവും മഹത്വവും എത്രത്തോളം ഉന്നതമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങളിൽ തളർന്നു വീഴാതെ, നിരാശപ്പെടാതെ ആ വലിയവനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറാം. വിജയം നേടി അനേകരെ ഈ വലിയവനായ ദൈവത്തിന്റെ അടുക്കലേക്ക് ആനയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബഹുവിധ ആരാധനയിൽ മുങ്ങിപ്പോയ അഥേനയിലെ ജനത്തോട് അങ്ങയുടെ ദാസനായ പൗലോസ് പറഞ്ഞ വാക്കുകൾ ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ അനുഗമിക്കുന്ന ദൈവം എത്രത്തോളം ഉന്നതനാണ്, ശ്രേഷ്ഠനാണ്, മഹിമയും വലിപ്പവും ഉള്ളവനാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങൾ ആ ദൈവത്തിന്റെ മുൻപിൽ വളരെ പ്രാർത്ഥനയോട് സമർപ്പണത്തോട് അടുത്തു വന്ന് സകലവും നിർവഹിക്കുന്ന, സകല കാര്യങ്ങളും അതിനെ കൃത്യമായ അച്ചുതണ്ടിൽ പ്രവർത്തിപ്പിക്കുന്ന സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിന് മുമ്പാകെ പരിപൂർണമായി അർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. സകലതിനും ജീവനും ശ്വാസവും നൽകി എല്ലാം നൽകുന്ന ദൈവം ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയത്തിനും മറുപടി തരുവാൻ, വിടുതൽ തരുവാൻ, സൗഖ്യം തരുവാൻ, ജയം തരുവാൻ മതിയായ ദൈവമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ഇതാ ഇന്നത്തെ ദിനത്തിലേക്ക് യാത്ര തിരിക്കുന്നു. അതാത് സ്ഥാനങ്ങളെ സൂക്ഷിച്ച് ദൈവരോൾ കൊണ്ട് പൊതിഞ്ഞ് എല്ലാ നന്മകളാൽ നിറച്ചു നടത്തണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന ദൈവം നമ്മുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിയിട്ട് ജീവിക്കാനിരിക്കുന്ന ദൈവമല്ല, നമ്മളെ സ്നേഹിക്കുകയോ ശുശ്രൂഷിക്കാനോ ഇരിക്കുന്ന ദൈവമല്ല. മറിച്ച് നമ്മെ സ്നേഹിച്ച് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ വിടുതലിനും നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ അനുഗ്രഹത്തിനുമായി കാത്തിരിക്കുന്ന ദൈവമാ. ആ ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. ഈ ദിനം എല്ലാ നിലകളിലും ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ദിനമായി സ്വർഗീയ കൃപയാൽ പരിപാലിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.